അങ്ങനെ നവീൻ നാളെ എന്റെ കഴുത്തില് താലി കെട്ടുകയാണെങ്കിൽ എനിക്ക് മനസ്സറിഞ്ഞ് നവീന്റെ താലി സ്വീകരിക്കാലോ. അത് കൊള്ളാവുന്ന ഐഡിയാണ്. പക്ഷേ അവരിത്രയും വലിയ തറവാട്ടുകാരായതുകൊണ്ട് താലി അഴിച്ച് കെട്ടുന്നതൊക്കെ. മോളെ, അത് നടക്കാനായിട്ട് സാധ്യത കുറവാ. വ്യക്തമായ ലക്ഷ്യമുണ്ട് അല്ലേ? അത് പകൽ വെളിച്ചം പോലെ സത്യമല്ലേ? സിത്താരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ട് എന്താ? പക്ഷേ അത് ഞാൻ സമ്മതിച്ചു കൊടുക്കില്ലമ്മേ. കൺമുമ്പിൽ നിൽക്കുന്നത് കൃഷ്ണൻ തന്നെയാണെന്ന് ഏത് നിമിഷവും ഞാൻ ഉറപ്പാക്കിക്കൊണ്ടിരിക്കും. അമിത വിശ്വാസമൊന്നും വേണ്ട നന്ദ. നമ്മുടെ കൺമുമ്പിൽ തന്നെയാണ് ഇത്രയും കാലം ഈ മായാജാലങ്ങളൊക്കെ നടന്നിരുന്നത്. അത് മറക്കണ്ട. എനിക്കേ ഈ വലത്തെ കാലം നല്ല സുഖമില്ല. എടാ, കാലിനകത്ത് ഒരു തരിപ്പ് വരുന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നല്ലോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് അയാളെ വിളിക്കണം. അപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നിന് പകരം വേറൊന്ന് അയാള് പറയും. അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ചെയ്തോളാം. ആ, ഞാൻ പറഞ്ഞു വന്നതേ, എനിക്ക് അവിടേക്ക് വരാനോ ഇതിനൊക്കെ കാവലിരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് നിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച ഉണ്ടാവരുത്. ഇല്ലമ്മേ, വീഴ്ചയൊന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. നമ്മുടെ ആവശ്യമായി പോയില്ലേ? ദൈവങ്ങൾക്ക് പോലും ബോധ്യപ്പെട്ട കാര്യ. സിത്താരിക്ക് മാത്രമാ ഇനി അത് ബോധ്യപ്പെടാനുള്ളത്. ആ, ഇനി അങ്ങനെ ഒരു മാറ്റം കൂടി അധികം വൈകാതെ വരുമായിരിക്കും. അങ്ങനെയല്ലേ പ്രതീക്ഷിക്കാൻ പറ്റൂ? സാരി ഇഷ്ടമായോ? നമ്മളെടുക്കുന്ന ഡ്രസ്സുകളിടാൻ തനിക്ക് യോഗം വരുന്നത് കുറച്ച് കഴിയുമ്പോഴാണല്ലേ? അതിന് പകരമാണ് താൻ എനിക്ക് ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നെ. എന്തായാലും നന്നായി, രണ്ടും ഒന്നിച്ച് ഉപയോഗിക്കാമല്ലോ അല്ലേ? ആയിക്കോട്ടെ. വെഡിങ് ആനിവേഴ്സറി തന്റെ മമ്മി തട്ടിക്കൊണ്ടുപോയി. അതിന് നമുക്കൊരു പകരം വീട്ടണ്ടേ? പകരം വീട്ടാനോ? എങ്ങനെ? എടോ, സത്യം പറഞ്ഞാലേ ഈ വിവാഹ വാർഷികം എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സ്വകാര്യതയല്ലേ? അത് തട്ടിപ്പറിക്കുന്ന സമയത്ത് പകരം വീട്ടിൽ എങ്ങനെയായിരിക്കണം? നമ്മൾ അങ്ങ് മുങ്ങണം. മുങ്ങാനോ? ആ, എല്ലാരും കൂടി വിവാഹ വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു അനൗൺസ്മെന്റ്, നമ്മൾ പോകുന്നു, കുറച്ച് ദിവസത്തേക്ക് നമ്മളെ നോക്കണ്ടാന്ന്. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗംഭീര റിസോർട്ടിൽ, വല്ല കാശ്മീരിലോ ഷിംലയിലോ മഞ്ഞും കൊണ്ട് ആലിപ്പഴമൊക്കെ വാരി ഒരൊറ്റ നടത്തം. പിന്നെ നമുക്ക് സൗകര്യമുള്ളപ്പോൾ തിരിച്ചു വന്നാൽ മതി. എന്തു പറയുന്നു? അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. അപ്പൊ ആലോചിച്ചാ പോരെ? എന്ത് സമയമുണ്ടെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ വിവാഹ വാർഷികമാണ് നടക്കാൻ പോകുന്നത്. ഇതിനിടയിൽ എന്താ നമുക്കിടയിൽ സംഭവിച്ചിട്ടുള്ളത്? 10 തവണ നാഗദർശനം, 15 തവണ അടി, 14 തവണ വീട് വിട്ടു പോകല്. അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ? വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നല്ല കേട്ടോ. താൻ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലെന്ന് എനിക്ക് പരിപൂർണമായിട്ടുള്ള ഉറപ്പുണ്ട്. എന്നാലും ഉള്ളിലൊരു വേദന തോന്നിയ വേറെ ആരോട് പറയാനാടോ? ഈ ട്രിപ്പും മഞ്ഞൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഈ മുറിയിൽ വെച്ചിട്ട് തന്നെ സ്നേഹിക്കാൻ എനിക്ക് തടസ്സമൊന്നുമില്ലല്ലോ. സാറേ, എന്താ തെറ്റ്? നിങ്ങളുടെ മുറി, നിങ്ങൾ ഭാര്യയും ഭർത്താവും, പ്രത്യേകിച്ച് ഒരു വിവാഹ വാർഷികം തൊട്ടടുത്ത് എത്തിയിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു ഞാനല്ലേ ആലോചിക്കേണ്ടത്? ഛേ, ഞാനെന്താ ഒരു കഴുതയായി പോയത്? നവീൻ സാറിന്റെ മുറിയിൽ പോയി കയറാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോടാ മാണിക്കുഞ്ഞേ? ഇന്നിങ്ങനെ ഒരു ചോദ്യം ആ ഹോളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ തന്നെ മനസ്സിൽ തോന്നണ്ടായിരുന്നില്ലേ? എന്നിട്ടെന്താ തോന്നാത്തത്? അല്ല, നിങ്ങളും ചില അബദ്ധങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ എന്തിനാ മറ്റുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ ഞെട്ടുന്നത്? ഉമ്മ കൊടുക്കാനാണെങ്കിൽ അതങ്ങ് കൊടുക്കണമെന്നേ, അല്ലേ സാറേ? താനൊന്ന് പോയേ.
അല്ല മാണിക്കുഞ്ഞ് എന്തിനാ വന്നേ? അത് ശരിയാണല്ലോ. ഞാനെന്തിനാ വന്നേ? ഷോ, വന്ന കാര്യം മറന്നുപോയി മാഡം. അതാണ് ലവ് സീന്റെ ഒരു ശക്തി. എന്ത് കാര്യമായിട്ട് വന്നാലും നമ്മളതൊക്കെ ഇങ്ങ് മറന്നുപോകും. എന്നാ പിന്നെ നടന്നോട്ടെ മാഡം. ആ നിർത്തിയെടുത്ത് അങ്ങ് മുന്നോട്ട് പോകുന്നേ. ശരി സാർ. മാണിക്കുഞ്ഞിന് ഒരു ചേഞ്ചും ഇല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കുന്നത് അയാൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. മമ്മിയുടെ മാം അകത്തുണ്ട്. ആ മമ്മി, അതെ, ഈ വെഡിങ് ആനിവേഴ്സറിയുടെ ഒരുക്കങ്ങളൊക്കെ ഏതെങ്കിലും ഇവന്റ് ടീമിനെ അങ്ങോട്ട് ഏൽപ്പിച്ചാലോ? അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ മോളെ? ഒരു കുറവുണ്ടാവാൻ പാടില്ല മമ്മി. ഈ വിവാഹ വാർഷികത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നവീനും കുടുംബവും ഇങ്ങോട്ട് വരുന്നതല്ലേ. അതുകൊണ്ട് ഒരു കാര്യത്തിനും നമ്മൾ കുറവ് വരുത്താൻ പാടില്ല. ആയിക്കോട്ടെ. എന്തായാലും കുറെ ദിവസങ്ങൾക്ക് ശേഷം മുഖമൊക്കെ തെളിഞ്ഞ് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ടല്ലോ. മുഖം തെളിയാതിരിക്കോ മമ്മി? വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു, അവിടെ വെച്ച് ഞാൻ നവീന്റെ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇത്രയൊക്കെ ആയിട്ടും സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴാ സന്തോഷിക്കുന്നേ? ഗാഥ മാഡം എപ്പോഴും എങ്ങനെയായ മാമിന്റെ മുഖം ഏത് സമയത്തും തെളിഞ്ഞിരിക്കും. ഓക്കെ, ആയിക്കോട്ടെ. ഇത്രയും കാലത്തെ അനുഭവം എനിക്കുണ്ടല്ലോ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് എന്റെ മമ്മിയോട് പറയാൻ എനിക്ക് ധൈര്യമായിട്ട് പറ്റും. താങ്ക് യു മോളെ. അല്ലെങ്കിലും ഈ നാടകങ്ങളൊന്നും ഇനി ആവർത്തിക്കേണ്ടി വരരുത്. കള്ളക്കളികൾക്ക് എപ്പോഴും വിജയിക്കാൻ പറ്റുമെന്ന് വരില്ല. ഓക്കെ മമ്മി. ആ പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. അത് മമ്മി എനിക്ക് എങ്ങനെയല്ലോ സാധിച്ചു തന്നേ പറ്റൂ. അതെന്താ ഇത്ര റിസ്ക് ഉള്ള ആഗ്രഹം? നവീൻ എന്റെ കഴുത്തിലല്ലല്ലോ താലി കെട്ടിയത്, ആ കൃഷ്ണയുടെ കഴുത്തിലല്ലേ. ചില സ്ഥലങ്ങളിൽ വിവാഹ വാർഷിക ദിവസം താലി വീണ്ടും കെട്ടുന്ന ഒരു ചടങ്ങുണ്ട്. അങ്ങനെ നവീൻ നാളെ എന്റെ കഴുത്തിൽ താലി കെട്ടുകയാണെങ്കിൽ എനിക്ക് മനസ്സറിഞ്ഞ് നവീന്റെ താലി സ്വീകരിക്കാലോ. അത് കൊള്ളാവുന്ന ഐഡിയാണ്. പക്ഷേ അവർ ഇത്രയും വലിയ തറവാട്ടുകാരായതുകൊണ്ട് താലി അഴിച്ച് കെട്ടുന്നതൊക്കെ. മോളെ, അത് നടക്കാനായിട്ട് സാധ്യത കുറവാ. പകരം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നിങ്ങള് പരസ്പരം പൂമാല ഇട്ടോളൂ. അതും ഒരർത്ഥത്തിൽ വിവാഹം തന്നെയാണല്ലോ. നോ മമ്മി, അതൊരു കാരണവശാലും ഞാൻ സമ്മതിക്കില്ല. വിവാഹ വാർഷിക ചടങ്ങ് നടക്കുമ്പോ നവീൻ എന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കണം. അത് നിർബന്ധം. അല്ലാതെ ഞാൻ സമ്മതിക്കില്ല. കണ്ടോ, ഒരു കാര്യം തീരുമാനിച്ചു, അപ്പൊ തന്നെ ശാഠ്യവും തുടങ്ങി. ഇനി ഇത് സാധിച്ചില്ലെങ്കിൽ അതിന്റെ പേരിൽ വലിയൊരു വഴക്കുണ്ടാക്കും. ആ വഴക്കുണ്ടാക്കുന്നത് ആ കളരിക്കലെ വീട്ടുകാരുടെ മുമ്പിലും.